അടിമാലിക്കാരില്ലേ, അടിമാലിയിലെ തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചൈനീസ് വെച്ചിട്ട് ഇരുമ്പുചട്ടി പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പെട്ടെന്നാണ് കുറച്ച് കപ്പ ഇടും, അന്ന് കടുക് താളിക്കും, അതിനകത്തേക്ക് കുറച്ച് പിന്നെ ഈ ഇത് കറി ഇടും, അതിലേക്ക് കപ്പ ഇടും. ഒരു എനിക്ക് തോന്നുന്നു ഒരു 3-4 മിനിറ്റ് നല്ല തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് ഒട്ടച്ച് റെഡിയാക്കി എടുക്കും. അപ്പോൾ അവരുടെ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ അടുക്കള എന്താണ് സാരഥ്യം ഏറ്റെടുത്തത്. ഇനി ഈ പലെങ്കിലും ജീവിക്കാൻ തോന്നുന്നു നാട്ടിൽ പോയി കഴിഞ്ഞാൽ. ഉഗ്രമാണ് ആ കാളിച്ച് അതിനകത്തേക്ക് ഈ നമ്മൾ ഇറച്ചിക്കറി ഒഴിച്ച സമയത്ത് തന്നെ നല്ല മണം വരാൻ തുടങ്ങി. അതിനുശേഷം കപ്പയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. സകല നിയന്ത്രണങ്ങളും വിട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കപ്പയൊക്കെ ഇതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ചേട്ടാ നോക്ക്, കഴിക്കണമെന്ന് ബാക്കി ഒന്നും നോക്കുന്നില്ല. കൊളസ്ട്രോളിന്റെ കാര്യമൊന്നും ഇല്ല. അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് മെലിഞ്ഞ ദേഹത്തിലും കൊളസ്ട്രോൾ. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മൾ ഇരിപ്പിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മതി കപ്പ ബിരിയാണി. ടേസ്റ്റ് കണ്ടിട്ട് എല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വേണുചേട്ടന് ഇതുണ്ടാക്കി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കണം ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ്. എല്ലാ ദിവസവും ഭാര്യ ഉണ്ടാക്കി തരുന്ന പോലെ ആയോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുറവുമില്ലല്ലോ. ഹാപ്പി ആയോ? ചേട്ടൻ പറഞ്ഞ് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ, എൻ്റെ ടേസ്റ്റ് ചെയ്യുന്ന ആള് ചേട്ടനാന്നാ പറഞ്ഞത്. ഇപ്പൊ ഹാപ്പി ആയോ? 70mm ചിരിയൊന്നും വന്നില്ലല്ലേ? അടിമാലിക്കാരുടെ ആതന്റിക് റെസിപ്പിയിൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയത് കപ്പയുടെ അളവ് കുറച്ചു. 1.5 കിലോ ഇറച്ചിക്ക് 1 കിലോ കപ്പയെ ചേർത്തിട്ടുള്ളൂ. അത് ഭർത്താവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാട്ടില് മുഴുകിയിരിക്കായിരുന്നു. ഞങ്ങൾക്ക് വേറൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് പ്രശാന്തിന്റെ പാട്ടിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണത്. പാട്ട് അസലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു ജ്യോത്സ്ന ആൻഡ് ഫൈനലി ഷിബു സർ.